പിടിക്കാം 100 രൂപ 100 രൂപ 100 രൂപ. കണി വയ്ക്കുക. കൊന്നപ്പോ 100 രൂപ 100 രൂപ. നിഷേ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നാളെ വിഷു അല്ലേ? നീ സാധനം പിടിച്ചേ. ഇതിന് എത്ര പൈസ? വിലയാ? നീ കൊണ്ട് കണി വെക്കടാ. ഇതിനൊക്കെ ആരെ കാശ് മേടിക്കുക? ഞാൻ ഇത് കൂടെ കൊടുക്കാൻ പോവാ. വരുന്നവർക്കൊക്കെ ഫ്രീ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്നിട്ട് പരിപാടി നിനക്ക് വേണം പൂവ്. എന്ത് പരിപാടി കാണിക്കണേ? വിഷുക്കല്ലേ? അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? നിനക്ക് കിട്ടിയപ്പോ പൂവ്. ഞാൻ ആ വണ്ടി നിറച്ച് പൂവ് കൊണ്ടുവന്നിട്ടേക്ക വിൽക്കാനായിട്ട്. ഇത് വിറ്റിട്ട് വേണം 10 രൂപ ഉണ്ടാക്കാൻ. ഈ വിഷുവിന് ഓണത്തിനാ 10 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നാട്ടുകാർക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്തിട്ട് ചെയ്യാം? ഓണത്തിന് നിങ്ങൾ തുമ്പ് പോയിട്ട് കാശുണ്ടാക്കി. ഈ വിഷുവിന് കണിക്കൊന്നതിന് വെറുതെ വിട്ടൂടെ? നിങ്ങളൊക്കെ പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. കണിക്കൊന്ന വിഷുവിന് മുമ്പേ തന്നെ പൂത്ത് പോണത്. ഞാനിത് വെറുതെ കൊടുക്കണോണ്ടേ എല്ലാ കൊല്ലവും എൻ്റെ വീട്ടിലിത് സമൃദ്ധിയായിട്ടുണ്ടാവുന്നുണ്ട്. ഈ തുമ്പപ്പൂവും കൊന്നപ്പൂവേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ? അത് വിറ്റ് കാശുണ്ടാക്കണ കാണുമ്പോഴേ ഒരു വിഷമം. എന്തായാലും ബാക്കിയുള്ളത് നീ വയ്ക്കും. ഹാപ്പി വിഷുട്ടാ. പൈതൃകവും സംസ്കാരവും വിൽക്കപ്പെടരുതേ എന്ന പ്രാർത്ഥനയോടെ സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു.